കുടുംബമെന്നാൽ പ്രാണനായിരുന്നു പി ജയചന്ദ്രന്. മക്കളും മരുമക്കളും ചേർന്നുള്ള നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായിരുന്നത്. ഇപ്പോഴിതാ ജയചന്ദ്രൻ്റെ മൃതദേഹത്തിനരികിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടുവരുന്ന പേരക്കുട്ടിയുടെയും മരുമകളുടെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എറണാകുളത്തായിരുന്നു മകൻ ദിനനാഥൻ്റെ കുടുംബം. അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞാണ് രാവിലെ തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് ദിനനാഥൻ്റെ ഭാര്യയും മകളും എത്തിയത്. തുടർന്ന് പൊട്ടിക്കരഞ്ഞാണ് ദിനനാഥൻ്റെ മകൾ അച്ഛനരികിലേക്ക് എത്തിയത്. ആ കുഞ്ഞിന് അച്ചാച്ചൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇത്രയും കാലം തനിക്ക് പാട്ടുപാടിത്തന്നും കഥകൾ പറഞ്ഞും കൂടെയുണ്ടായിരുന്ന അച്ചാച്ചൻ പെട്ടെന്ന് മരണത്തിലേക്ക് പോയത് ആ കുഞ്ഞിന് താങ്ങാനായില്ല. തുടർന്ന് വല്യമ്മ ലക്ഷ്മിക്കരികിലേക്കാണ് പേരക്കുട്ടി എത്തിയത്. അവളെ കെട്ടിപ്പിടിച്ച് ലക്ഷ്മി കരഞ്ഞപ്പോൾ മരുമകൾ തൊട്ടരികിലുണ്ടായിരുന്ന അമ്മയ്ക്കരികിലേക്കാണ് എത്തിയത്. എന്നെ വിട്ടു പോയല്ലോ മോളെ എന്ന് പറഞ്ഞ് മരുമകളെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ജയചന്ദ്രൻ്റെ ഭാര്യയും. ആ വാക്കുകൾ കേട്ട് പൊട്ടിക്കരയുകയായിരുന്നു തൊട്ടരികിൽ നിന്നവരെല്ലാം. പൂങ്കുന്നത്തെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴാണ് ഈ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ ഉണ്ടായത്. നേരത്തെ മകളും അമ്മയും ജയചന്ദ്രനെ കാണാനെത്തിയപ്പോഴും പൊട്ടിക്കരയുകയായിരുന്നു ചുറ്റുമുണ്ടായിരുന്നവർ. അച്ഛനെ അവസാനം നോക്കു കാണവേ ആ മുഖത്തേക്ക് നോക്കി ആ ഗ്ലാസിന് മുകളിൽ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അമ്മയും മകളും. ജയചന്ദ്രൻ്റെ മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ രാവിലെ തന്നെ അമ്മയും മകളും കാണാനെത്തിയിരുന്നു. അവസാനം നോക്കു കാണാനെത്തിയ അമ്മയുടെയും മകളുടെയും ദൃശ്യങ്ങൾ ആരാധകരുടെയും നെഞ്ചു നീറ്റിയിരുന്നു. ഒരു വലിയ ഗായകൻ്റെ മകളാണെന്ന ഭാവങ്ങളൊന്നുമില്ലാതെയാണ് ഒരു സാധാരണ സുസുക്കി കാറിൽ ലക്ഷ്മി അമ്മയെയും കൂട്ടി എത്തിയത്. സാധാരണ ചുരിദാറായിരുന്നു രണ്ടുപേരും ധരിച്ചത്. മുഖത്ത് മാസ്കിട്ട് സങ്കടം മറച്ച ലക്ഷ്മി വേദനയോടെയാണ് വീടിൻ്റെ മുറ്റത്തേക്ക് അമ്മയ്ക്കൊപ്പം കയറിയത്. കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന KPCC മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ VM സുധീരനാണ് മകളെയും അമ്മയെയും കാണാൻ ആദ്യം ഓടിയെത്തിയത്. തുടർന്ന് അദ്ദേഹത്തോടൊപ്പം അകത്തേക്ക് കയറവേ അച്ഛനെ കാണാനെത്തിയ മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് നമസ്കാരം നൽകിയാണ് ഇരുവരും വീടിനകത്തേക്ക് കയറിയത്. കുടുംബവുമായി അടുത്തു നിൽക്കുന്ന കുടുംബ സുഹൃത്തുക്കളെല്ലാം തന്നെ അവിടെയുണ്ടായിരുന്നു. വീടിനകത്തെ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുന്ന അച്ഛൻ്റെ മൃതദേഹം കണ്ട് അത് കെട്ടിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ലക്ഷ്മിയും അമ്മയും. ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്നായിരുന്നു ജയചന്ദ്രൻ്റെ മരണം സംഭവിച്ചത്. അത് ഉൾക്കൊള്ളാൻ അടുത്ത കുടുംബാംഗങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ തവണത്തെയും പോലെ ആശുപത്രിവാസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തും എന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായാണ് ശാരീരിക പ്രശ്നങ്ങൾ വഷളായതും മരണം പാഞ്ഞെത്തിയതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.